Praise the Lord. I want to thank God for this opportunity to be here this afternoon. ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് നിങ്ങളോട് കൂടി ആയിരിക്കാൻ ലഭിച്ച അവസരത്തിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. I am grateful to God for the privilege to be with you all and to share God's word and some of the challenges and experiences I've had working in various mission fields across India. ഈ രാജ്യത്തിൻ്റെ ഉടനീളം സഞ്ചരിച്ച ദൈവം ഏൽപ്പിച്ച പ്രേക്ഷിത വേലയിൽ ഏർപ്പെടുമ്പോൾ ദൈവം എനിക്ക് നൽകിയ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുവാൻ ദൈവം നൽകിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. It is only the second time I'm coming to Kumbanad for a convention, but very often I used to watch it online in the previous years when it used to be beamed across the world. മുൻ വർഷങ്ങളിലെ കൺവെൻഷനുകൾ ഞാൻ ഓൺലൈനായി കണ്ടിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ തവണയാണ് ഇവിടെ വന്ന് കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. My grandfather, Pastor P.M. Philip, I know, was a very well-known preacher in the Kumbanad convention, and I have been blessed by his ministry, as have so many of you, I understand. എൻ്റെ വല്യപ്പച്ചൻ പാസ്റ്റർ PM ഫിലിപ്പ് ഇവിടെ കർത്താവിൻ്റെ വേലയിൽ വളരെ വ്യാപൃതനായിരുന്നു. നിങ്ങൾക്ക് പരിചിതനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ എനിക്കും വളരെ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. I was a young boy of 13 years old when I was in Chennai, where I had my schooling. ഞാൻ 13 വയസ്സ് പ്രായമുള്ള ബാലകനായി ചെന്നൈയിൽ എൻ്റെ സ്കൂൾ പഠനം നടത്തുന്ന സമയത്തായിരുന്നു. That is when I accepted Jesus as my personal savior. അപ്പോഴാണ് ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിച്ചത്. I heard the word which was preached that God wants many vessels who are useful for God's purposes from the book of 2 Timothy chapter 2 verse 20. 2 തിമോഥെയോസ് 2:20 കേന്ദ്രീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവത്തിന് ആവശ്യമായ പാത്രങ്ങളെ ദൈവം തിരയുന്നു എന്ന സന്ദേശമാണ് എന്നെ വെല്ലുവിളിച്ചത്. And that day I lifted my hand at the altar call and said, Lord, I want to be a vessel useful for God's work. ആ ദൈവശബ്ദം കേട്ടപ്പോൾ ഞാൻ എൻ്റെ കരങ്ങൾ ഉയർത്തിയിട്ട് പറഞ്ഞു, അങ്ങ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആ പാത്രം ഞാൻ ആകുവാൻ സമർപ്പിക്കുന്നു. I am grateful to the organizers of this convention, Pastor Walson Abraham and all the other senior pastors in the organizing team who gave me this privilege. And today I want to share with you a story of my life and also to tie and weave it around this passage which we have for today's meditation. എനിക്ക് ഇങ്ങനെ അവസരം നൽകി ഇതിന്റെ സംഘാടകർ പാസ്റ്റർ വത്സൻ എബ്രഹാമും മറ്റ് മുതിർന്ന ദൈവദാസന്മാർ അവർക്കുള്ള നന്ദി പറയുന്നു. ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു വചന സന്ദേശം അനുഭവങ്ങളും നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. The best introduction I'd like to say about myself is that I am a child of God. I happen to be a doctor, not the other way around. ഞാൻ എന്നെക്കുറിച്ച് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല പ്രയോഗം ഇങ്ങനെയാണ്, ഞാൻ ഒരു ദൈവ പൈതലാണ്, ഒരു ഡോക്ടറായി തീർന്നു എന്ന് മാത്രമേ ഉള്ളൂ. Very often we take our identity from our profession and from various things we do, but it's always important to remember our identity is secure in the Lord Jesus Christ. പലപ്പോഴും നാം നമ്മുടെ ജോലി സംബന്ധമായ പേരും ഐഡന്റിറ്റിയും ഒക്കെ ഉയർത്തി കാണിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഓർക്കേണ്ടുന്ന കാര്യം യേശു ക്രിസ്തുവിലാം ആയി എന്നതാണ് ഏറ്റവും സുരക്ഷിതമായ വ്യക്തിത്വം. I was telling about my salvation experience at the age of 13 years, and thereafter God enabled me to be nurtured in a good Christian home, and I could take the faith steps of baptism and growing in the Lord over those years. എനിക്ക് 13 വയസ്സ് പ്രായമുള്ളപ്പോൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതിനുശേഷം ഒരു നല്ല ക്രിസ്തീയ കുടുംബ പശ്ചാത്തലത്തിൽ കർത്താവിനെ അറിഞ്ഞു വളർന്നു. പിന്നീട് സ്നാനം സ്വീകരിക്കുകയും അങ്ങനെ മുൻപോട്ട് പോകുകയും ചെയ്തു. In our home, one of the most important things I learned as a young boy was seek ye first the kingdom of God and his righteousness, and all these other things will be added to you. ഒരു ബാലകൻ എന്നുള്ള നിലയിൽ ഞാൻ വളർന്നു വന്നപ്പോൾ വീട്ടിൽ നിന്നും പഠിച്ച ഏറ്റവും വലിയ പാഠം, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി നിങ്ങൾക്ക് സകലവും ലഭിക്കുമെന്ന വചനമാണ്. And when you seek first God's kingdom and when you honor God, God will honor you. There's no doubt about it. നിങ്ങൾ ആദ്യം ദൈവത്തെ അന്വേഷിച്ചാൽ, ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് പ്രാധാന്യത കൊടുത്താൽ തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് സംശയമില്ല. God gave me admission after my 12th standard into the Christian Medical College at Vellore for my undergraduate MBBS education. എൻ്റെ +2 പഠനത്തിന് ശേഷം ചെന്നൈയിലുള്ള ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ എൻ്റെ MBBS പഠനത്തിന് ദൈവം അഡ്മിഷൻ നൽകി. At Vellore. അത് വെല്ലൂരാണ്. And during my training, I came across many men and women of God who challenged us to consider serving God in areas where people do not normally want to go and work. എന്നാൽ ആ പഠനം കഴിഞ്ഞ സമയത്ത് സാധാരണ ആളുകൾ പോയി പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കാത്ത സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ അനേകം ആളുകൾ പ്രോത്സാഹിപ്പിക്കുകയും വെല്ലുവിളി ഉണർത്തുകയും ചെയ്തു. As a young boy, I remember I was in my first year student. I went to
Jharkhand to a Palamu district where there was a very strong Naxalite presence happening. എൻ്റെ 1ാം വർഷ പഠന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ജാർഖണ്ഡിൽ പലാംപൂർ ഡിസ്ട്രിക്റ്റിൽ വളരെയധികം നക്സൽ ആളുകളുള്ള സ്ഥലത്ത് പോകുവാനിടയായി. I remember going for 4 hours drive from Ranchi to this particular mission hospital called Navjeevan Hospital as a 20-year-old boy. അന്ന് 20 വയസ്സ് പ്രായമാണ് എനിക്ക്. റാഞ്ചിയിൽ നിന്നും 4 മണിക്കൂർ റോഡ് മാർഗം യാത്ര ചെയ്ത് ഈ മിഷൻ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തു. Unlike Chennai where I grew up, I remember at every junction there were doctors. For hundreds of kilometers when we were driving, there were no qualified doctors, I observed. ഞാൻ വളർന്ന ചെന്നൈ പട്ടണത്തിൽ ഓരോ ജംഗ്ഷനുകളിലും ഡോക്ടേഴ്സിനെ കാണാം. എന്നാൽ 100 കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് എവിടെയും ഡോക്ടേഴ്സിനെയോ ആശുപത്രികളോ കാണുവാൻ കഴിഞ്ഞില്ല. I realized there was a stark difference between the northern parts of our country and where we were brought up in this part of India. എന്നാൽ ഇന്ത്യയിൽ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലവും ഇന്ത്യയുടെ ഉത്തരേന്ത്യയുടെ ഭാഗവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് ആ യാത്രയിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു. I saw many women dying in childbirth in those parts of our country. നമ്മുടെ രാജ്യത്തിന്റെ ആ ഭാഗത്ത് ധാരാളം സ്ത്രീകൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന സമയത്ത് മരിക്കുന്നത് കാണുവാനിടയായി. And those images were etched in my memory and in my heart even when I came back to continue my training. എൻ്റെ പഠനം തുടരുവാൻ ഞാൻ തിരികെ വന്നപ്പോഴും ഞാൻ അവിടെ കണ്ട കാഴ്ചകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചിരുന്നു. And God continued to sow and plant thoughts and feed it with various men and women of God who challenged us with their testimonies. അത് മാത്രമല്ല അതിനുശേഷം പിന്നീട് അനേക ദൈവദാസിദാസന്മാർ അവരുടെ അനുഭവങ്ങളിലൂടെ അവരുടെ ചിന്തകളിലൂടെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള വലിയ വെല്ലുവിളി എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചുകൊണ്ടേയിരുന്നു. So at the end of MBBS, which I completed successfully, there were crossroads wondering what I will do with my rest of my life. എൻ്റെ MBBS പഠനം വിജയകരമായി പൂർത്തീകരിച്ചപ്പോൾ ഇനി എങ്ങോട്ട് തിരിയണം എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ എത്തപ്പെട്ടു. And when I knelt and prayed about it, there were many options in front of us. Most of my family lives overseas and they were requesting maybe I could consider coming there. I had options to stay back in Vellore. But when I prayed on my knees, what was really tugging at my heart was the need in North India. എന്നാൽ ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥനയിൽ സമയം ചിലവിട്ടപ്പോൾ എൻ്റെ മുമ്പിൽ ധാരാളം അവസരങ്ങളുണ്ടായി. എൻ്റെ കുടുംബത്തിൽ ധാരാളം ആളുകൾ വിദേശ രാജ്യത്തുണ്ട്. അവിടെ പോകുവാൻ അവസരമുണ്ടായി, വെല്ലൂർ തൊടുവാൻ അവസരമുണ്ടായി. എന്നാൽ ദൈവം എൻ്റെ ഉള്ളിൽ നൽകിയ വലിയ ചിന്ത എന്നത് ഉത്തരേന്ത്യയിൽ പോകണമെന്നുള്ളതായിരുന്നു. And because it is not only to become a good social worker or a doctor there, but to be present in an area of need and be the salt and light as we heard yesterday for the gospel. അവിടെ പോയി നല്ലൊരു ഡോക്ടറായോ നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനായോ ജീവിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ലോകത്തിന്റെ ഉപ്പായി വെളിച്ചമായി ആവശ്യമുള്ള ഇടത്തേക്ക് പോകണം. ഇന്നലെ നാം കേട്ട സന്ദേശവും അത് തന്നെയാണ്. And when I went there, I made a choice to go to Jharkhand and work there for a year. While I was there, it was a true immersion experience of experiencing life in North India. എന്നാൽ ഞാൻ പിന്നീട് ജാർഖണ്ഡിൽ പോയി 1 വർഷം പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അവിടെ ചെന്നപ്പോൾ ശരിയായ ജീവിത അനുഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ദൈവം നൽകിയ ഒരു അവസരമായിരുന്നു അത്. I saw men and women coming with very advanced diseases, especially malaria was very prevalent there, and cerebral malaria which affects the mind. അന്ന് അവിടെ തലച്ചോറിനെ ബാധിച്ചിരുന്ന മലേറിയ, അതുപോലെ തന്നെ വളരെ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച ധാരാളം ആളുകൾ ചികിത്സയ്ക്ക് വരുന്നത് കാണുവാനിടയായി. Many of the preventable diseases like tetanus, which we don't even see in Kerala, were common diseases there because immunization was not widely prevalent. നമുക്ക് പ്രതിരോധിക്കാവുന്ന ടെറ്റനസ് പോലുള്ള അസുഖങ്ങൾ ഇന്ന് കേരളത്തിൽ കാണുവാനില്ല. എന്നാൽ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വ്യാപകമായി പടർന്നു പിടിച്ചതായി ഞാൻ അവിടെ കണ്ടു. I will tell you a story of a real incident, my first experience when I saw God very close in my life while I was in Jharkhand. ഞാൻ ജാർഖണ്ഡിലായിരുന്നപ്പോൾ ദൈവത്തെ വളരെ അടുത്തറിഞ്ഞ ഒരു ശരിയായ അനുഭവം നിങ്ങളെ ഓർപ്പിക്കട്ടെ. I had already been working there for 6 months in this mission hospital with a team of doctors and nurses who were committed to the Lord. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിതരായ ഒരു കൂട്ടം ഡോക്ടർമാരും നഴ്സുമാരുള്ള ഒരു ടീമിനോട് ചേർന്ന് 6 മാസം ഞാൻ അവിടെ പ്രവർത്തിച്ചു. And one day a patient was brought in. His name was Balkishan Orao. That is a tribal name of one of the tribal groups in Jharkhand. ഒരു ദിവസം ബൽകിഷൻ ഒറാവ് എന്ന പേരുള്ള ഒരു ഗോത്രവർഗ്ഗക്കാരനാണ് ആ രോഗിയെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. He was unconscious. അദ്ദേഹം അബോധാവസ്ഥയിലാണ്. He was brought by another person and told that he has probably been unconscious for the last 5 to 6 days. അദ്ദേഹത്തെ കൊണ്ടുവന്ന ആൾ പറഞ്ഞു കഴിഞ്ഞ 5-6 ദിവസമായിട്ട് അദ്ദേഹം ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. He had high fever before that. അതിനു മുമ്പ് അദ്ദേഹത്തിന് വലിയ താപനിലയിൽ പനിയുണ്ടായി. When we did his blood test, we found he had malaria, the bad malaria, falciparum as they call it.
ആ രക്തം പരിശോധിച്ചപ്പോൾ വളരെ ഗുരുതരമായ മലേറിയ അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ കണ്ടെത്തി. And so we immediately got the diagnosis, we gave him the right injections, and we prayed that God will heal him. ഞങ്ങൾ അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ പരിശോധിച്ച് ആവശ്യമായ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തെ ദൈവം സൗഖ്യമാക്കാനായി പ്രാർത്ഥിച്ചു. But we didn't see any response. He was in a deep coma for about 2 to 3 days. എന്നാൽ പിന്നീടുള്ള 2-3 ദിവസവും അദ്ദേഹം ഇങ്ങനെ അബോധാവസ്ഥയിൽ തുടർന്നു, യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. I had the same person who brought him to me one day caught me in the evening in the OPD and told me, Dr. Ji, यही एक ही आदमी है जो उनके घर में मसीह को जानता है. He's only one in his family who knows the Lord. The entire village, nobody knows the Lord Jesus. ആ രോഗിയെ കൊണ്ടുവന്ന മനുഷ്യൻ OPD-യിൽ വെച്ച് എന്നെ കണ്ടപ്പോൾ എന്നോട് ഇങ്ങനെ അപേക്ഷയായി പറഞ്ഞു, ഡോക്ടർ, അദ്ദേഹത്തിന്റെ വീട്ടിൽ യേശുവിനെ അറിയുന്ന ഒരേ ഒരു വ്യക്തി ഇവൻ മാത്രമാണ്. And if he dies, it will be such a bad testimony for the Christian witness in that particular village. ഈ മനുഷ്യൻ ഇങ്ങനെ ഈ രോഗനിമിത്തം മരിച്ചു കഴിഞ്ഞാൽ അവിടെ ക്രിസ്തീയ വിശ്വാസത്തിന് ഏൽക്കുന്ന വലിയ തിരിച്ചടിയായിരിക്കും ആ വില്ലേജിൽ മുഴുവൻ. I had tried my best with my team and we were also at a dead end. ഞങ്ങൾ ടീം മുഴുവനായി വളരെയധികം ശ്രമിച്ചു, പക്ഷേങ്കിൽ യാതൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. At that time, one of my colleagues said, can we not fast and pray? God can do a miracle for this man. അപ്പോഴാണ് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ പറഞ്ഞത്, ദൈവത്തിന് ഒരു അത്ഭുതം ചെയ്യാൻ കഴിയുകയില്ലേ, നമുക്ക് എന്തുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൂടാ? So that Friday evening onwards for few days, every day we in the chapel in the hospital, we kept fasting and praying for God to intervene. And you won't believe, on the third day he opened his eyes and he came to consciousness. ആ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ഞങ്ങൾ ആ ചാപ്പലിൽ വന്നിരുന്ന് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നിങ്ങൾ വിശ്വസിക്കത്തില്ല, 3-ാം ദിവസമായപ്പോൾ ഈ മനുഷ്യൻ തന്റെ കണ്ണുകൾ തുറന്നു. I experienced the delivering power of the Lord Jesus Christ along with my medical profession working in tandem and to see God's healing hand. അവിടെ എന്നോട് കൂടെ പ്രവർത്തിച്ച് ചെയ്യുന്ന ഈ പ്രൊഫഷണലായ ഡോക്ടേഴ്സ് നഴ്സസിനോട് ചേർന്ന് ദൈവത്തിന്റെ സൗഖ്യമാക്കുന്ന അത്ഭുതം ചെയ്യുന്ന കരം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. That brother Balkishan Rao went back happily to the village and became a testimony for the Lord Jesus Christ there. മാത്രമല്ല ഈ ബാലകൃഷ്ണ റാവു എന്ന വ്യക്തി സൗഖ്യമായി തന്റെ നാട്ടിലേക്ക് തിരികെ പോയി യേശുവിന്റെ ജീവിക്കുന്ന സാക്ഷിയായി I remember the verse in Psalm 34:5. It says, they who look to him are radiant, their faces are never covered with shame. സംഗീതം 35:4 നാം വായിക്കുന്ന, അവന്റെ മുഖത്തേക്ക് നോക്കി പ്രകാശിതനായ അവരുടെ മുഖം ലജ്ജിക്കപ്പെട്ടു പോയില്ല. The pastor who brought him was actually the small pastor working there. He told me, if he had died, I would have been in real bad shape. അദ്ദേഹം ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, ഇവൻ മരിച്ചിരുന്നെങ്കിൽ എന്റെ അവസ്ഥ വളരെ ഗുരുതരമായി പോയേനെ. In Hindi it says, जिन्होंने उनकी ओर देखा उनका मुंह प्रकाशित हुआ, उनका मुंह कभी काला नहीं होने दिया. That's a beautiful word. They say उनका मुंह कभी काला नहीं होने देगा. That means their faces will not be darkened. സംഗീതത്തിന്റെ 34:5 കേന്ദ്രീകരിച്ച് പറയുന്ന, ദൈവത്തെ നോക്കിയവരുടെ മുഖം പിന്നീട് ഒരിക്കലും ഇരുണ്ടു പോകത്തില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. So I believe that today if you are going through a difficult time, the Lord says you look to him, your face will be radiant. Maybe the answer may be in a different way, but your face will never be blackened. നിങ്ങൾ ഓർക്കുക, ഇന്ന് നിങ്ങൾ അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങളുടെ മുഖം ഒരിക്കലും ഇരുണ്ടതായി മ്ലാനമായി മാറുകയില്ല. This experience really strengthened my faith as a mission doctor when I was there. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഒരു മിഷൻ ഡോക്ടർ എന്നുള്ള നിലയിൽ ഈ അനുഭവം എന്റെ വിശ്വാസത്തെ വല്ലാതെ വർദ്ധിപ്പിച്ചു. The prayers of a righteous man the Lord listened to. നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. That day there was a band of few believers who prayed along with his pastor. The Lord heard him and delivered us that day. അന്ന് ആ ദേവദാസനോട് ചേർന്ന ഒരു കൂട്ടം വിശ്വാസികൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവം കേട്ടു, ഞങ്ങളെ വിടുവിച്ചു. I want to just say that after that, the Lord further grew that desire in my heart to come back to North India. And so after 2 years working in Bihar and Assam, I came back for my postgraduate training and specialization in Vellore. അതിനുശേഷം ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായി. ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനത്തിന് തിരികെ വന്ന ശേഷം പിന്നീട് ഞാൻ ബീഹാറിൽ പോയി 2 വർഷം പ്രവർത്തിച്ചു. And when I came back to Vellore, one of the things on our heart, which I want to encourage all the professionals who are listening to this in person and online, is that you need to pray much for your life partner who God will bring into your life. ഞാൻ വെല്ലൂരേക്ക് തിരികെ വന്നപ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ച എന്നെ ബോധിപ്പിച്ച ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഔദ്യോഗിക മേഖലയിൽ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. Many of us have very good hearts desires, I know. നമ്മുടെ ഉള്ളിൽ വലിയ ആഗ്രഹങ്ങളുണ്ടെന്ന് എനിക്കറിയാം. But if you do not find the right person to be with you in this journey, sometimes all our aspirations may not come to fruition. ഈ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, അതിനോട് യോജിക്കുന്ന സമാന മനസ്സുള്ള വ്യക്തിയെ കണ്ടെത്തുന്നില്ല എങ്കിൽ ഈ യാത്ര നല്ലതായി തീരണമെന്നില്ല. I remember one of my mentors in medical college. She said, Philip, you must pray every week once
for your future life partner. From the age of 18 years, she was supporting me in praying for who my future life partner with. And that's very, very crucial in being successful and fruitful in ministry. ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ മെന്റേഴ്സിൽ ഒരാൾ എന്നോട് പറഞ്ഞു, 18 വയസ്സ് പ്രായമുള്ള സമയം മുതൽ നീ ഭാവി വധുവിന് വേണ്ടി പ്രത്യേകം ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കാരണം അത് ജീവിത വിജയത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. After the salvation experience, probably one of the more important decisions you're going to take is the finding the right life partner. രക്ഷാനിർണയത്തിന് ശേഷം പിന്നീട് നാം ജീവിതത്തിൽ എടുക്കുന്ന ഏറ്റവും ഗൗരവമായ തീരുമാനം ജീവിത പങ്കാളിയെ കുറിച്ചുള്ള തീരുമാനമാണ്. My wife Lygia was brought up in Kerala, but she also had a heart to serve God in North India, and the Lord orchestrated things so beautifully in our lives to bring us together that we could serve the Lord together and say like Joshua, me and my house we will serve the Lord. എൻ്റെ ഭാര്യ ലീജിയ കേരളത്തിൽ വളർന്നവളാണ്. എന്നാൽ അവൾക്കും ഉത്തരേന്ത്യയിൽ പോയി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ദൈവം അങ്ങനെ അത്ഭുതകരമായ രീതിയിലാണ് കാര്യങ്ങൾ പ്രവർത്തിച്ച് ഞങ്ങളെ ഒരു കുടുംബമാക്കി തീർത്തത്. ജോഷുവ പറഞ്ഞ പോലെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് പറയുന്നവരായി ഞങ്ങളും മാറി. By the time we finished both our training, we decided that we will move to North India, and we were clear that God is calling us to work in Assam, and so we worked on the southern Assam, the Tripura border, for about 2 years. ഞങ്ങൾ രണ്ടുപേരും പഠനം പൂർത്തീകരിച്ചപ്പോൾ വീണ്ടും ഉത്തരേന്ത്യയിൽ പോകുവാൻ ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞങ്ങൾ സദേൺ ആസാമിലെ ത്രിപുരയുടെ അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് പോയി 2 വർഷം പ്രവർത്തിച്ചു. 1 year. ഒരു വർഷം പ്രവർത്തിച്ചു. And after that, God led us to Bihar, to the Nepal border, to work in a place called Raxol, the Duncan Hospital. അവിടെ നിന്നും ഞങ്ങൾ പിന്നീട് അടുത്ത 2 വർഷം ബീഹാർ നേപ്പാളിന്റെ ബോർഡറിലെ റെക്സോൾ എന്ന സ്ഥലത്ത് ഡെങ്കൻ ഹോസ്പിറ്റലിൽ പോയി പ്രവർത്തിക്കുവാൻ അവസരം നൽകി. And I don't know whether any of you have heard of this place Raxol. Have anybody heard? Can you put up your hands? Yes, I see a few hands. Raxol is a border town of India and Nepal. റെക്സോളിനെ കുറിച്ച് കേട്ടിട്ടുള്ള കുറച്ച് പേരെങ്കിലും ഇവിടെയുണ്ട്. അത് ഇന്ത്യയുടെയും നേപ്പാളിന്റെ അതിർത്തി പട്ടണമാണ്. It's not a very popular place. അത് വളരെ അറിയപ്പെടുന്ന ഒരു സ്ഥലമല്ല. But it's a place being on the border. There are a lot of things happening there which are not necessarily very good. ശരിയായ രീതിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു അതിർത്തി പട്ടണമാണിത്. But there, about in 1930s, there was a missionary from Scotland called Cecil Duncan who gave up his ambitions in life and started a small medical work there as a dispensary in 1930. 1930 ഒരു സ്കോട്ട്ലൻഡുകാരനായ ഡങ്കൺ എന്ന പേരുള്ള ഒരു മിഷണറി തൻ്റെ മറ്റ് ജീവിത സ്വപ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഗ്രാമത്തിൽ വന്ന് പ്രവർത്തിക്കാനായി സമർപ്പിതനായി അവിടെ എത്തി. And that person's seeds which he sowed led to this hospital growing up to become a powerful influence for gospel outreach in that region. അദ്ദേഹം അവിടെ തുടങ്ങിയ ക്ലിനിക്ക്, അവിടെ വിതച്ച വിത്തുകളൊക്കെ വളരുവാൻ തുടങ്ങി. പിന്നീട് ആ സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയായി ആ പ്രവർത്തനം വളർന്നു. Those days many Christians wouldn't be allowed into Nepal, but on this border they were catering to patients who came from Nepal and the northern part of Bihar, and that led to many people in the hospital accepting Jesus as their personal savior. ആ കാലഘട്ടത്തിൽ നേപ്പാളിലേക്ക് അദ്ദേഹം ക്രിസ്ത്യാനികൾക്ക് പ്രവേശനമില്ലായിരുന്നു. എന്നാൽ ഈ ആശുപത്രിയിലേക്ക് നേപ്പാളിൽ നിന്നുമൊക്കെ ആളുകൾ വരുമായിരുന്നു. അതുപോലെ ബീഹാറിന്റെ ഉത്തരഭാഗത്തുള്ള ആശുപത്രിയാണ്. അതുകൊണ്ട് ഈ ആശുപത്രി ശുശ്രൂഷയിലൂടെ ആളുകളിലേക്ക് യേശുവിനെ അറിയിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. And what happened there is that today, when somebody was taking the census of the Christians there, today there are more than 1 million believers in Nepal, of which among the pastors 1/3 accepted Jesus Christ as a patient in the Duncan Hospital is the statistics we have. ഇന്ന് നമുക്ക് കണക്കുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നേപ്പാളിൽ 1 ദശലക്ഷത്തോളം വിശ്വാസികളുണ്ട്. അതിൽ 1/3 ഭാഗം പാസ്റ്റേഴ്സും ഇവിടെ നിന്നും ഈ ആശുപത്രിയിലൂടെ സുവിശേഷം കേട്ട് അങ്ങോട്ട് പോയവരാണ്. They would hear the gospel, there will be follow-up meetings, they come and take baptism in our hospital in the tank, and they go back as missionaries to Nepal. അവരവിടെ വരും, സുവിശേഷം കേൾക്കും, പിന്നീട് വരും, വചനം പഠിക്കും, അങ്ങനെ സ്നാനമേൽക്കും, അങ്ങനെ നേപ്പാളിലേക്ക് തിരികെ മിഷണറിമാരായി ഇവർ പുറപ്പെട്ടു പോകും. And in 2008 we went to Duncan Hospital Raxol. There was already a legacy of men and women of God who had served there faithfully. അവിടെ വിശ്വസ്തയോടെ കർത്താവിന്റെ വേല ചെയ്ത ഒരു കൂട്ടം ആളുകളുടെ പൈതൃകം ശേഷിക്കുന്ന ഈ സ്ഥലത്തേക്ക് 2008 ഇതിന്റെ റെക്സോൾ ഡെങ്കൻ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ മിഷണറിമാരായി പോയി. And this hospital is today a huge beacon of hope to the people in Bihar and Nepal. For many people come there from across the border for health care. ഇന്ന് ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിൽ നേപ്പാളിലും ബീഹാറിലുമുള്ള ധാരാളം ആളുകൾക്ക് വലിയ പ്രതീക്ഷ കൊടുക്കുന്ന, ആരോഗ്യ സംരക്ഷണം കൊടുക്കുന്ന വലിയൊരു ആശുപത്രിയായി ഇത് വളർന്നിട്ടുണ്ട്. Many of you know about India Mission, Dr. Ebi Matthew and the teams who work in Nepal, in Bihar from the IPC. Many of them come for health needs to this hospital, and they are touched and blessed in their times of need. IPCയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഇന്ത്യ മിഷൻ ഡോക്ടർ എബി മാത്യു, ആ പ്രവർത്തനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ അവിടെ വരുവാറുണ്ട്. അവർ വന്ന് സൗഖ്യം പ്രാപിക്കാറുണ്ട്. And many missionaries we have seen who have
have been touched by God through the medical mission work there. അങ്ങനെ അവിടെ നടക്കുന്ന ഈ മെഡിക്കൽ മിഷൻ പ്രവർത്തനങ്ങളുടെ ധാരാളം ആളുകളുടെ ജീവിതത്തെ ദൈവം സ്പർശിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. We see literally God at so close quarters when we work in the outreach areas in Bihar and Assam, for example. ഉദാഹരണത്തിന് ബീഹാറിലും ആസാമിലും ഒക്കെയുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കുമ്പോൾ ദൈവം എത്ര ശക്തമായി പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ കാണുവാനിടയായിട്ടുണ്ട്. When we come to crossroads in life, it is so easy to make decisions and locate ourselves within our comfort zones. ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ പ്രത്യേകമായ ഘട്ടങ്ങളിൽ കവലകളിൽ നാം എത്തിച്ചേരുമ്പോൾ ഇത് തീരുമാനമെടുക്കണം എന്ന് അറിയാതിരിക്കുമ്പോൾ പലപ്പോഴും നാം ആശ്വാസകരമായ സ്ഥലങ്ങളിലേക്ക് പോകാനാണ് ചിന്തിക്കാറ്. We are hesitant to take a small risk, right? എന്നാൽ കർത്താവിന് വേണ്ടി ഒരു ബുദ്ധിമുട്ട് സഹിക്കുന്ന കാര്യം വരുമ്പോൾ നമുക്ക് വലിയ മടിയാണ്. But when we are willing to stick our neck out with faith and we put our hands in God's hand and we take a risk, the impact is far more than what we can imagine which will happen with our lives. എന്നാൽ എൻ്റെ ജീവിതാനുഭവത്തിലൂടെ നിങ്ങളെ ഓർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ ഒരു ചുവട് വെച്ച് അനുസരണത്തോടെ നാം മുൻപോട്ട് പോയി കഴിഞ്ഞാൽ, അല്പം കഷ്ടം സഹിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നാം ചിന്തിക്കുന്നതിനപ്പുറമായി ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. I'll tell you a story which happened in 2010. We were driving from Roxol to Ranchi. ഞാൻ 2010 സംഭവിച്ചൊരു കാര്യം പറയാം. ഞങ്ങൾ അന്ന് റെക്സോളിൽ നിന്നും റാഞ്ചിയിലേക്ക് ഡ്രൈവ് ചെയ്തു പോവുകയാണ്. We were going, and what happened is on the way we stopped at one house near Muzaffarpur. ഞങ്ങൾ പോകുന്ന വഴിയിൽ മുസഫർപൂരിന് അടുത്ത് വന്നപ്പോൾ ഒരു വീടിന്റെ അടുക്കൽ വാഹനം നിർത്തി. It was not in our original plan to stop there. അവിടെ നിർത്തുവാനായിട്ട് ഞങ്ങൾ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നില്ല. We were already late, but our train which we had to catch from Muzaffarpur was late, so we had to stop in that home, and we met a missionary called Pastor Jacob who came to that home to visit us. മുസഫർപൂരിൽ ഞങ്ങളുടെ ട്രെയിൻ അവിടെ നിന്നാണ് പിടിക്കേണ്ടിയിരുന്നത്. ട്രെയിൻ താമസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ വാഹനം നിർത്തി. അവിടെ ഞങ്ങളെ കാണുവാനായിട്ട് പാസ്റ്റർ ജേക്കബ് എന്ന ഒരു മിഷണറി എത്തിച്ചേർന്നു. This Pastor Jacob is from Thrissur. He went at the age of 21 years to serve the Lord in Bihar. ഈ പാസ്റ്റർ ജേക്കബ് തൃശ്ശൂർ സ്വദേശിയാണ്. 21 വർഷം മുൻപ് ബീഹാറിൽ ഒരു മിഷണറിയായി അദ്ദേഹം പോയതാണ്. His little girl called Grace was there at that home when we visited. ഞങ്ങൾ അവിടെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് ചെറിയ പ്രായമുള്ള പെൺകുട്ടി ഗ്രേസും അവിടെ ഉണ്ടായിരുന്നു. And Grace was having fever is what they told us, but Cheriya ikolum Cheriya paniya, that's what they told us. ആ ഗ്രേസിന് പനി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ചെറിയ പനിയാണ്, കുഴപ്പമില്ലാതെ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. And they were trusting God will heal her. അവർ വിശ്വസിച്ചു ദൈവം അവളെ സൗഖ്യമാക്കും. But while we were there, we talked about the mission work in Bihar and so many things, but we didn't look at little Grace. She was only 7 years old. ആ ഗ്രേസിന് 7 വയസ്സാണ് പ്രായം. ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ ഗ്രേസിന്റെ കാര്യം ശ്രദ്ധിച്ചില്ല. ബീഹാറിലെ മിഷൻ കാര്യങ്ങളൊക്കെയാണ് അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. But just 10 minutes before we left, Grace's mother told us, if you can just see Mola, give her some paracetamol and go off. That's what we thought. We went to examine her for the fever. ഞങ്ങൾ പോകുന്നതിന് 10 മിനിറ്റ് മുൻപ് അവളുടെ അമ്മ പറഞ്ഞു മോളെ ഒന്ന് കണ്ട് പാരസെറ്റമോൾ ഒക്കെ ഒന്ന് കൊടുത്താൽ നല്ലതായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവളെ ഒന്ന് കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നു. I quickly thought I will just give her some antibiotic, veno vende. These were all the thoughts in my mind. But when I went and asked the little girl, what is your problem? She said, vaitu vedana. That is the word she used. ഞാൻ ചിന്തിച്ചു അവളെ കണ്ട് അവൾക്ക് ആന്റിബയോട്ടിക്കോ പാരസെറ്റമോളോ മറ്റു മരുന്നുകളെ കൊടുക്കാൻ. എന്നാൽ അവിടെ ചെന്ന് അവളോട് ചോദിച്ചു മോക്ക് എന്താണ് പറ്റിയത്? അവൾ പറഞ്ഞു വയറ്റിൽ വേദനയാണ്, അതാണ് എൻ്റെ അസുഖം. I made her lie down on the bed and I put my hand on her abdomen. And when I touched her lower abdomen, she jumped out of the bed in pain. ഞാൻ അവളെ കട്ടിലിൽ കിടത്തിയിട്ട് പരിശോധിച്ചു. അവളുടെ അടിവയറിൽ ഞാൻ സ്പർശിച്ചപ്പോൾ അവൾ വേദന കൊണ്ട് ചാടി എഴുന്നേറ്റു. And for me as a doctor, when I touch the lower abdomen and somebody jumps up, it has to be often appendicitis. ഒരു ഡോക്ടർ എന്ന നിലയിൽ ആരെങ്കിലും അടിവയറിൽ സ്പർശിക്കുമ്പോൾ അവർ വേദന കൊണ്ട് പൊളഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പൻഡിസൈറ്റിസ് എന്ന അസുഖത്തിന്റെ ലക്ഷണം തന്നെയാണ്. And that could burst and it could be a life threatening illness. അത് പിന്നീട് ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ രോഗമായി അത് വളരാൻ സാധ്യതയുണ്ട്. And what happened is we immediately knew it is appendicitis. I said she must go to a surgeon, but there was no good surgeons in that area. ഇത് ആ രോഗമാണ് തിരിച്ചറിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞു നീ ഒരു അടുത്തുള്ള ഒരു ശസ്ത്രക്രിയ വിദഗ്ധനെ പോയി കാണണം. പക്ഷേ അങ്ങനെ ഒരു ഡോക്ടർ ആ പ്രദേശത്തെങ്ങും ഇല്ല. Fortunately our vehicle had not gone back, so we were supposed to catch the train. We put this little girl and her parents and explained it's an emergency, and we rushed her 5 hours away to Roxol. എന്നാൽ ഭാഗ്യവശാൽ ഞങ്ങളുടെ വാഹനം തിരികെ പോയിരുന്നില്ല. ഞങ്ങൾ വളരെ തന്നെ അടിയന്തരമായി ഈ വാഹനത്തിൽ 5 മണിക്കൂർ യാത്ര ചെയ്ത് റെക്സോളിലേക്ക് അവളെ കൊണ്ടുപോയി. And she reached there, and my colleague Dr. Mini, who's from Tumbaman here, she saw that child and she immediately operated, and she told me, Philip, even if you had been half an hour late in sending her, the appendix would have burst and she may even have potentially died. അവിടെ എത്തി ഉടനെ എൻ്റെ സഹപ്രവർത്തകയായ തുമ്പമൺ സ്വദേശി മിനി ഉണ്ടായിരുന്നു. അവളെ പെട്ടെന്ന് തന്നെ ശസ്ത്രക്രിയ നടത്തി. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ അരമണിക്കൂറെങ്കിലും താമസിച്ചിരുന്നെങ്കിൽ ഇത് ഗുരുതരമായി അവളുടെ ജീവന് പോലും അപായമായി തീർന്നേനെയും. Why do I say that? ഞാൻ എന്തുകൊണ്ടാണ് ഇത് നിങ്ങളെ ഓർപ്പിച്ചത്? There is a God who sees
his children's needs is what I want to emphasize. ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ പോലും കാണുന്ന ഒരു ദൈവമുണ്ട്. This little Grace couldn't articulate that she was in pain and she had probably a serious problem and her parents thought it's some minor illness. ഈ ചെറിയ ഗ്രേസിന് അവളുടെ വേദന എത്രത്തോളം പ്രശ്നം എത്രത്തോളം ഗുരുതരമാണ് എന്ന് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ ചിന്തിച്ചത് ഒരു നിസ്സാരമായ സുഖമായിരിക്കാം. The Lord in his wisdom diverted our vehicle to that home. എന്നാൽ ദൈവം തന്റെ ജ്ഞാനത്തിൽ ഞങ്ങളുടെ വാഹനത്തെ ആ വീട്ടിലേക്ക് തിരിച്ചുവിട്ടു. He arranged transport for this little girl and her mother to go back to Roxall. റെക്സോളിലേക്ക് പോയി ചികിത്സ കിട്ടുവാൻ വേണ്ടി ദൈവം ഒരു വാഹനം പോലും ക്രമീകരിച്ചു. We went on to Ranchi for the conference. അതിനുശേഷം ഞങ്ങൾ റാഞ്ചിയിലേക്ക് കോൺഫറൻസിന് യാത്ര But തുടർന്നു. this girl in the nick of time was operated and her life was saved. ആ തക്ക സമയത്ത് ഈ പെൺകുട്ടിയുടെ ശസ്ത്രക്രിയ നടത്തിയത് കൊണ്ട് അവൾ ജീവൻ രക്ഷപ്പെട്ടു. When Hagar and Ishmael were in that desert there is a statement which says, Bear Lahai Roi, a God who sees the distress of his children. ഹാഗാറും ഇസ്മായിലും ആ മരുഭൂമിയിൽ വന്നപ്പോൾ അവിടെ പറയുന്നു തന്റെ മക്കളുടെ വേദന കാണുന്ന ദൈവം. And we have a God who sees. നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം ഓർക്കണം. Do not lose heart when your situation seems very difficult. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ പ്രയാസകരമാണെങ്കിലും നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. A God who sees us. ദൈവം നമ്മെ കാണുന്നവനാണ്. Even if nobody around you is bothering about it. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആരും അത് ഗണ്യമാക്കുന്നില്ലെങ്കിൽ പോലും But there's a God who sees. നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. And he will intervene at the right time. ശരിയായ സമയത്ത് ആ ദൈവം ഇടപെടുക തന്നെ ചെയ്യും. Today's verse is from Hebrews chapter 4 verse 14 to 16. ഇന്നത്തെ നമ്മുടെ വചനഭാഗം എബ്രായ ലേഖനം 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള ഭാഗമാണ്. I'll request Pastor Ajish to read that. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. We are God's children and we can approach the throne of grace boldly at any time because God is our Father. ദൈവം നമുക്ക് പിതാവായി ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് സമയത്തും ധൈര്യത്തോടു കൂടെ സഹായത്തിന് അവന്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയും. He is not a God who's far away. He is quite close and he can sympathize with us in our weaknesses and difficulties we go നമ്മിൽ through. നിന്നും അകന്നു കഴിയുന്നവനല്ല നമ്മുടെ ദൈവം, മറിച്ച് നമ്മുടെ വേദനകളിൽ പ്രതിസന്ധികളിൽ നമ്മോട് അടുത്ത് വരുന്ന ഒരു നമ്മെ മനസ്സിലാക്കുന്നവനാണ് നമ്മുടെ Not ദൈവം. only is a God who sees, he's a God who hears our cry. നമ്മെ കാണുന്ന ദൈവം മാത്രമല്ല, നമ്മുടെ കരച്ചിൽ കേൾക്കുന്നവൻ കൂടിയാണ് അവൻ. In 1 Peter chapter 3 verse 12 it says, the eyes of the Lord are on the righteous, his ears are attentive to their cries. 1 പത്രോസ് 3:12 വായിക്കുന്നു, ദൈവത്തിന്റെ കണ്ണ് നീതിമാന്മാരെ കാണുന്നു, അവരുടെ നിലവിളി കേൾക്കുന്നു. God is seeing you, he is hearing your cry. ദൈവം നിങ്ങളെ കാണുക മാത്രമല്ല, നിങ്ങളുടെ കരച്ചിൽ കേൾക്കുക കൂടി ചെയ്യുന്നു. In this morning I was listening to a worship song by Don Moen which said, he never sleeps, he never slumbers. ഇന്ന് രാവിലെ ഡോൺ മോവന്റെ ഒരു ആരാധന ഗീതം ഞാൻ കേട്ടപ്പോൾ ദൈവം ഒരിക്കലും ഉറങ്ങുന്നില്ല, ഒരിക്കലും വിശ്രമിക്കുന്നില്ല എന്നാണ് അർത്ഥം. In Psalm 121:4 we read that he who watches over you will neither slumber nor sleep. സങ്കീർത്തനം 121 നാം വായിക്കുന്നുണ്ട്, നിന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. He listens to your prayer, but his answers may come at different times. But hold fast. Do not get discouraged when your prayer answer is not yet there. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, മറുപടി വ്യത്യസ്തമായ രീതിയിലായിരിക്കാം വരുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ തുടരുക, ദൈവം മറുപടി നൽകും. And Satan will put in these lies into your ears and he'll accuse you saying you are useless, you are good for nothing. But God says you are my precious child. പിശാചി വന്ന് നിങ്ങളുടെ ചെവിയിൽ നിന്നെ ഒന്നിനും കൊള്ളാത്തവനാണ്, നിന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നുള്ള നുണകൾ പ്രചരിപ്പിക്കുമെന്നാൽ വചനം പറയുന്നു, നീ എൻ്റെ പൈതലാണ്. There may be times when you've got away from God, you feel really distant from God, but that doesn't mean that you are no longer his son. He is still your son. പല സന്ദർഭങ്ങളും നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് വലിയ മാനസിക വ്യതയുണ്ടാകുമെന്നാൽ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ദൈവത്തിന്റെ മകനല്ല മകളല്ല എന്ന് ചിന്തിക്കരുത്. ഇപ്പോഴും നിങ്ങൾ ദൈവത്തിന്റെ പൈതൽ തന്നെയാണ്. Even the prodigal son ran far away. The father is still, his heart is reverberating with the thoughts of his son. ധൂർത്തപുത്രൻ പിതാവിനെ വിട്ട് അകന്നു പോയപ്പോഴും ആ പിതാവിന്റെ ഹൃദയം ആ മകനെ വേണ്ടി വാഞ്ചിച്ചുകൊണ്ടേയിരുന്നു. God says in Isaiah 46:10, even to your old age and your gray hairs, I am he. I am he who will sustain you. I will make you and I will carry you. യെശയ്യാപ്രവചനം 46-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ വാർദ്ധക്യകാലത്തും ഞാൻ നിന്നെ ചുമക്കുന്ന, മനസ്സിലാക്കുന്ന, കരുതുന്ന ദൈവമാണ്.
He will sustain you and he will rescue you. ഈ ദൈവം നിങ്ങളെ നിലനിർത്തുകയും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. When Mary and Martha lost their brother Lazarus, they were heartbroken. മറിയയ്ക്കും മേരിക്കും അവരുടെ സഹോദരനായ ലാസറിനെ നഷ്ടമായപ്പോൾ അവരുടെ ഹൃദയം തകർന്നു പോയി. You know what Jesus did? Jesus knew he's going to raise him up from the dead, right? അവനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കാൻ പോകുന്നുവെന്ന് യേശു മനസ്സിൽ തീരുമാനിച്ച കാര്യമാണ്. But still he can sympathize with us in our sorrows. He cried. The only place in the Bible we read Jesus wept. എന്നാൽ യേശു അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു, യേശു കണ്ണുനീർ വാർത്തു എന്ന് പറയുന്ന ഒരേ ഒരു സന്ദർഭം അതുമാത്രമാണ്. He feels our emotions. He understands our weaknesses. യേശു നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കുന്നു, നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കുന്നു. Some of us in professionals, we have a lot of challenges in our workplace, colleagues and so many other issues probably some of you are facing today. ഞങ്ങൾ തൊഴിൽ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്നവർ ഇങ്ങനെ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ്. Sometimes even Jesus' own disciples, Judas betrayed him, isn't it? യേശുവിന്റെ ശിഷ്യന്മാർ തന്റെ സ്വന്തം ശിഷ്യനായ യൂദാസ് തന്നെ തള്ളിക്കളഞ്ഞു. When Jesus asked his favorite disciples to pray, they fell asleep. യേശു തന്റെ ഏറ്റവും പ്രിയ ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവർ ഉറങ്ങിപ്പോയി. But there is one person who doesn't sleep, who cares for you, who is eternally concerned about you. എന്നാൽ നിങ്ങളുടെ നിത്യത വരെ നിങ്ങളെക്കുറിച്ച് കരുതുന്ന, നിങ്ങളെക്കുറിച്ച് ചിന്തയുള്ള ഒരു ദൈവമുണ്ട്. അവൻ ഒരിക്കലും ഉറങ്ങുന്നില്ല. So let us approach the throne of grace with confidence and boldness that we may receive mercy and the grace to support us. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയും കരുണയും പ്രാപിക്കുവാൻ നമുക്ക് ധൈര്യത്തോടു കൂടി ഈ കൃപാസനത്തിന്റെ അടുക്കലേക്ക് വരാം. We cannot do this Christian walk on our own strength. We need him every hour, every moment of our Christian walk. We need to appropriate his grace and strength to do this Christian life, to live it successfully. ഈ ക്രിസ്തീയ ശുശ്രൂഷ ഒരിക്കലും നമുക്ക് സ്വന്തം ശക്തി കൊണ്ട് ചെയ്യുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഓരോ നിമിഷവും നമുക്ക് ദൈവത്തിന്റെ ശക്തിയും കൃപയും ലഭ്യമായി തീരണം. One of my favorite passages in the Bible is from the same book of Hebrews. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വേദഭാഗം എബ്രായ ലേഖനത്തിൽ നിന്നുമാണ്. It's from chapter 11. അത് 11-ാം അധ്യായത്തിലാണ്. And I want to read from verses 23 to 26. അതിൽ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടി കഷ്ടമനുഭവിക്കുന്ന തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. In our lives as professionals, as young believers, as men and women of God, we always have to come to crossroads where we have to make choices. നാം നമ്മുടെ യൗവനപ്രായത്തിൽ അല്ല തൊഴിൽ മേഖലയിൽ കർത്താവിനെ പിൻപറ്റുന്നവർ നമ്മൾ പലപ്പോഴും ഗൗരവമായ തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ജീവിതത്തിന്റെ നാൽക്കവലകളിൽ നാം എത്തിച്ചേരാറുണ്ട്. When we take wrong choices, we end up wasting a lot of time and going in the wrong direction. നാം തെറ്റായ തീരുമാനം എടുത്താൽ ധാരാളം സമയം കളയുകയും തെറ്റായ ദിശയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യും. Here we find Moses is a very smart young person, but he made a choice which changed his destiny for his life. ഇവിടെ ശ്രദ്ധിക്കുക, മോശ വളരെ മിടുക്കനായ യൗവനക്കാരനാണ്. എന്നാൽ അവന്റെ ഭാവിയെ തന്നെ മാറ്റിമറിച്ച ഒരു നല്ല തീരുമാനമാണ് താൻ അവിടെ എടുത്തത്. He chose to refuse to be known as a son of Pharaoh's daughter and chose to suffer with the people of God. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് അറിയപ്പെടാനുള്ള പദവി വേണ്ട എന്ന് വെച്ചിട്ട് തന്റെ ജനത്തോട് കൂടെ കഷ്ടം അനുഭവിക്കാനുള്ള കാര്യമാണ് താൻ തിരഞ്ഞെടുത്തത്. If he had chosen to be in Pharaoh's palace, perhaps he would have been the next Pharaoh, maybe today buried in a pyramid, or nobody would have known about him as much as what we know him today. ഒരുപക്ഷേ മോശ കൊട്ടാരത്തിൽ തുടരുവാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അടുത്ത ഫറവോയായി മാറിയെന്നെ, പിന്നീട് തന്റെ പേരിൽ വലിയ പിരമിഡ് ഉണ്ടായെന്നെ. പക്ഷെ ഒരു കാരണവശാലും മോശ ഇന്ന് അറിയപ്പെടുന്ന പോലെ ഒരു വ്യക്തിയായി തീരുമാനിരുന്നില്ല. But today, because of that faith choice he made, today he is known down the generations and he's a hero of faith for us, isn't he? എന്നാൽ മോശ വിശ്വാസത്തിന്റെ ആ തിരഞ്ഞെടുപ്പ് നടത്തിയതുകൊണ്ട് ഇന്ന് തലമുറകൾ കഴിഞ്ഞപ്പോൾ ഒരു വിശ്വാസത്തിന്റെ ധീരനായി മാറി. അത് എത്ര ഉചിതമായ തീരുമാനമാണ്. Robert Frost says in a poem, there were 2 roads which forked in the road. I chose the one less traveled by, and that has made all the difference, and that's very true from us also biblically. റോബർട്ട് ഫ്രോസ്റ്റ് തന്റെ ഒരു കവിതയിൽ പറയുന്നത് 2 റോഡുകൾ കണ്ടപ്പോൾ അതിൽ അധികം ആരും യാത്ര ചെയ്യാത്ത ഒരു വഴിയാണ് തിരഞ്ഞെടുത്തത്. അതാണ് പിന്നീട് ജീവിതത്തെ വളരെയധികം മാറ്റിമറിച്ചത്. When Lot and Abraham decided to separate their ways because of quarrels among their people, their followers, Lot chose the greener aspects, but it landed up in Sodom and Gomorrah and destruction. അബ്രഹാമിനും ലോത്തിനും അവരുടെ തൊഴിലാളികൾ തമ്മിൽ സംഘടനമുണ്ടായപ്പോൾ 2 വശത്തേക്ക് തിരിയേണ്ടതായി വന്നു. എന്നാൽ ലോത്ത് തിരഞ്ഞെടുത്തത് പച്ച പുൽപ്പുറങ്ങളുള്ള നല്ല ദേശമാണ്. But I'm sure Abraham, his uncle, would have whispered in his ear and saying, Lot, do you really want to go there?
ഒരുപക്ഷേ തൻ്റെ അങ്കിളായ അബ്രഹാം തന്നെ ചെവിയിൽ മന്ത്രിച്ച് കാണാം, നീ ശരിക്കും ആ വഴിയിൽ തന്നെ പോകാനാണോ ഇഷ്ടപ്പെടുന്നത്? It's green, but there is Sodom and Gomorrah nearby, lurking danger. He must have told him as a caring uncle. തന്നെ കരുതുന്ന ഒരു അങ്കിൾ എന്നുള്ള നിലയിൽ അബ്രഹാം ലോത്തിന്റെ ചെവിയിൽ പറഞ്ഞു കാണും, കാണാൻ പച്ചപ്പുള്ള ദേശമാണെങ്കിലും അതിൻ്റെ വശത്ത് തന്നെയാണ് സോദോമും ഗോമോറയും ഉള്ളത്, അതുകൊണ്ട് അത് വളരെ അപകടം പിടിച്ച ദേശമാണ്. Unfortunately, Lot decided to stick to that, and that we know the end thereafter was very bad. നിർഭാഗ്യവശാൽ ലോത്ത് തന്റെ തീരുമാനത്തിൽ തുടർന്നു. അവസാനം തനിക്ക് ഉണ്ടായ ഗുരുതരമായ അവസാനം നമുക്കറിയാം. Abraham chose the difficult terrain, but he became the father of faith. അബ്രഹാം ഏറ്റവും വിഷമം പിടിച്ച ഒരു വഴിയാണ് തിരഞ്ഞെടുത്തത്. എന്നാൽ ഈ അബ്രഹാമാണ് പിന്നീട് വിശ്വാസികളുടെ പിതാവായി മാറിയത്. Joseph refused the lure of Potiphar's wife and ran away from that place, and that led to some difficulties for some time, but ultimately God raised him up and made him a blessing. യോസഫ് പൊത്തിഫറിന്റെ ഭാര്യയുടെ പ്രലോഭനത്തെ അതിജീവിച്ച് താൻ ഓടി ഒളിച്ചു. അതിന്റെ അനന്തരഫലമായി ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ടായി. പക്ഷേ ഒടുവിൽ താൻ ഈജിപ്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി. Daniel refused to have the king's cuisine, the beautiful food there. He decided to stand for his values, and God exalted him at the right time. ദാനിയേൽ രാജകൊട്ടാരത്തിലെ ആ വലിയ ആഹാര പദാർത്ഥങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് താൻ ദൈവത്തിന് വേണ്ടി നിൽക്കുവാനിടയായി തീർന്നു. In 1 Peter chapter 5 verse 7 it says, humble yourself under the mighty hand of God, and in due time he will exalt you. 1 പത്രോസിൽ ഒന്നാം അധ്യായത്തിൽ വായിക്കുന്ന ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും. Sometimes there are times we have to say no, like Moses said no, Joseph said no, Daniel said no to some things which are very attractive, but that led to be the secret of their success. പല സന്ദർഭങ്ങളിലും നമുക്ക് വളരെ ആകർഷകമായി തോന്നുന്ന പലതിനോടും മോശയും യോസെഫും ദാനിയേലും ഒക്കെ നോ എന്ന് പറഞ്ഞതുപോലെ നാമും നോ എന്ന് പറയേണ്ടി വരും. Abraham decided to leave Ur. He saw a greater city of which he wanted to be a citizen, being with the Lord. അബ്രഹാം ഊർ എന്ന പട്ടണം വിട്ടു പോകുമ്പോൾ ദൈവത്തോടു കൂടി ആയിരിക്കുന്ന ശ്രേഷ്ഠമായി മറ്റൊരു പട്ടണം വിശ്വാസ കണ്ണാൽ കണ്ടു. Those who sow in tears will reap with joy is my strengthening verse to you. എന്നെ വളരെ ശക്തീകരിച്ച നിങ്ങളെ ശക്തീകരിപ്പാൻ ഞാൻ പറയുന്ന ഒരു വാക്ക്, കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്യുക തന്നെ ചെയ്യും. There may be disappointments sometimes in your life, but for God that is an appointment for your life. ജീവിതത്തിൽ നമ്മെ നിരാശപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം, എന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തീരുമാനിച്ച മറ്റൊരു സമയവുമുണ്ടെന്ന് മറക്കരുത്. I want to tell you two small stories and bring this session to a close. ഈ രണ്ട് അനുഭവങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാം. I had told you that I went to this hospital called the Duncan Hospital in Roxall in Bihar to serve there. We worked there for about 8 years. ഞാൻ പറഞ്ഞു, ബീഹാറിലെ റക്സോൾ എന്ന സ്ഥലത്തുള്ള ഡങ്കൻ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് പോയി. അവിടെ 8 വർഷം ഞങ്ങൾ പ്രവർത്തിച്ചു. And while we were in Roxall, one day we had a Muslim patient, a young girl who came to us. She was coughing out blood continuously. ഞങ്ങൾ അവിടെ അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു മുസ്ലിം പെൺകുട്ടി അവിടെ ഞങ്ങളുടെ അടുക്കൽ ചികിത്സയ്ക്ക് വന്നു. അവൾ വളരെയധികം ചുമയ്ക്കുന്നുണ്ട്, രക്തം തുപ്പുന്നുമുണ്ട്. And we didn't have all the facilities like some of the big hospitals here. We had some basic facilities and we were treating her, but she was just not getting better. ഇവിടെയുള്ള വലിയ ആശുപത്രിയിലുള്ള സൗകര്യങ്ങളൊന്നും അവിടെയുള്ള അടിസ്ഥാനപരമായ സൗകര്യങ്ങളേ ഉള്ളൂ. ഞങ്ങൾ പരമാവധി ചികിത്സ കൊടുത്തു, പക്ഷേ അവളുടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നില്ല. And we had to intubate her, put her on a ventilator, and she was on the ventilator and not doing well. പിന്നീട് ഞങ്ങൾ അവളെ വെന്റിലേറ്ററിലാക്കി. പക്ഷേ വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴും അവളുടെ കാര്യങ്ങൾ നന്നായി പോകുന്നില്ല. One of my nurses came and told me, Dr. Ji, hum kyun na prarthana kare inki changai ke liye. ഞങ്ങളുടെ ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ ജി, നമുക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, യേശു അവളെ സൗഖ്യമാക്കും. That is our biggest weapon, don't we have that, Dr. Ji, she told. അവൾ പറഞ്ഞു, അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ ആയുധമാ, എന്തുകൊണ്ട് നമുക്ക് ആയുധം ഉപയോഗിച്ചുകൂടാ? Sometimes by default mode we go into the medical treatment. If you have a fever, we take paracetamol, but we forget that we have a greater power at our disposal, the power of praying for the people who are around us and for ourselves. പലപ്പോഴും അസുഖമുണ്ടാകുമ്പോൾ മരുന്നെടുക്കുന്ന കാര്യം ആദ്യം മനസ്സിൽ വരുന്നത്, പനി വന്നാൽ നാം പാരസെറ്റമോൾ എടുക്കും, എന്നാൽ സൗഖ്യമാക്കുന്ന ദൈവത്തെക്കുറിച്ച് പലപ്പോഴും നാം ഓർക്കാറില്ല. So we prayed around, we held hands and prayed around this little girl, and you won't believe, the next day her coughing out blood, everything stopped without any special treatment. എന്നാൽ ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾ ഒരുമിച്ച് കൈ കോർത്ത് പിടിച്ച് അവളെ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചു. രക്തം അവൾ ചുമച്ച് തുപ്പിക്കൊണ്ടിരുന്ന ഈ പെൺകുട്ടി പിറ്റേ ദിവസം സൗഖ്യമായി. The whole family was touched very deeply, and we believe God is continuing to work in that family's life. ഈ അത്ഭുതം ആ കുടുംബത്തെ തന്നെ ആഴമായി സ്പർശിച്ചു. അനേക കുടുംബങ്ങൾ ദൈവം പ്രവർത്തിപ്പാനിടയായി. Very often when you step out with faith into these areas of need, you may have to trust on God much more,
but that is where you can see God at work. ഇങ്ങനെ ദൈവപ്രവൃത്തി ആവശ്യമുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നാം വിശ്വാസത്തിന്റെ ചുവടുകൾ വെച്ച് പോകുമ്പോൾ നാം ചിന്തിക്കാത്ത നിലയിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണാം. And I want to encourage all of you who are listening to me online or attending here in person, if you can stand up to be that one man whom you are surrendering your life to God, God can do far more than you can ask or imagine. നിങ്ങൾ എന്നെ ഓൺലൈനിലൂടെ കേൾക്കുകയും പന്തലിരുന്ന് കേൾക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ദൈവം അന്വേഷിക്കുന്ന ആ ഒരു വ്യക്തിയായി തീരുവാൻ നിങ്ങൾ സന്നദ്ധനാണ് എങ്കിൽ നിങ്ങൾ ചിന്തിക്കാത്ത നിലയിൽ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കാനിടയാകും. D.L. Moody was seated in one of these convention pandals some years ago, and the man of God was calling out, who is willing to fully trust his life with God? ദൈവത്തിന് വേണ്ടി ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുവാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നൊരു ദേവദാസൻ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം കേട്ടുകൊണ്ട് D.L. മൂഡിയും ഇതുപോലെ ഒരു പന്തലിരിക്കുകയായിരുന്നു. There is no limit what God can do through one person completely surrendered to him is what the word came. And Moody jumped out of that seat there and said, I want to be that one man. And we know what the answer to that prayer was. ആ ദേവദാസൻ പറഞ്ഞു, ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിതനായ ഒരു വ്യക്തിയിലൂടെ ദൈവം എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ഈ ലോകം കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് കേട്ടപ്പോൾ D.L. മൂഡി ചാടി എടുത്തിട്ട് പറഞ്ഞു, ആ വ്യക്തിയായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I am sure each one of you who are listening to me, if you are willing to surrender your life totally to God, God can take you and use you beyond your own planning which you may have for your life. നിങ്ങൾ ദൈവം അന്വേഷിക്കുന്ന ആ വ്യക്തിയായി തീരുവാൻ തയ്യാറാണെങ്കിൽ, ജീവിതം സമർപ്പിക്കാൻ ഒരുക്കമുള്ള വ്യക്തിയാണ് എങ്കിൽ, നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ചിന്തിക്കാത്ത നിലയിൽ, ലോകം ഇതുവരെ കാണാത്ത നിലയിൽ നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. I tell everyone, my job is to be a catalyst in promoting God's kingdom to be established on this earth. That is my role, not anything else. ഞാൻ പറയാറുണ്ട്, എന്റെ പ്രധാനപ്പെട്ട ചുമതല എന്നുള്ള ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകുവാനുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുക എന്നതാണ്. The founder of CMC Vellore said, I don't want to build a big medical college in Vellore. I want God's kingdom to come down in Vellore, and that is why this medical college is a means. CMC Vellore സ്ഥാപിച്ച വ്യക്തി പറഞ്ഞു, ഇവിടെ വലിയ ആശുപത്രി സ്ഥാപിക്കുന്നതിനപ്പുറത്തേക്ക് ദൈവരാജ്യം സ്ഥാപിതമായി കാണണം, അതിനുള്ള ഏക ഉപാധി മാത്രമാണ് ഈ ആശുപത്രി. And some of you professionals don't feel disheartened, you are not able to do full-time ministry. Actually, all of us are full-time in God's ministry. ജോലി മേഖലയിലായിരിക്കുന്നവർ നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ മുഴുവൻ സമയ ശുശ്രൂഷയല്ല എന്ന് ചിന്തിച്ച് ധൈര്യപ്പെടരുത്. നാം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ നാം എല്ലാവരും പൂർണ്ണ സമയമായി കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണ്. We are not Sunday Christians, we are Christians every day of the week. നാം ഞായറാഴ്ച മാത്രം ദൈവത്തെ ആരാധിക്കുന്നവരല്ല, എല്ലാ ദിവസവും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. Dr. Francis Grimm, the founder of Healthcare Christian Fellowship, said, more people walk through the doors of a hospital than who will ever come to a church. ആ ഫ്രാൻസിസ് ഗിൽ എന്ന വ്യക്തി പറഞ്ഞത്, നിങ്ങൾ ഒരു സഭയിൽ വരുന്ന ആളുകളെക്കാൾ കൂടുതൽ ഒരു ആശുപത്രിയിലേക്ക് ആളുകൾ വരുന്നത് കാണുവാനിടയായി. Every day is a ministry opportunity to minister God's love to each person who comes in contact with. അതുകൊണ്ട് ഇത്രയധികം ആളുകൾ ചികിത്സയ്ക്ക് വരുന്നത് കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നവരെ ശുശ്രൂഷിപ്പാൻ കൂടി ദൈവം നൽകുന്ന ഒരു അവസരമാണെന്ന് ഓർക്കണം. I sometimes hear this misunderstanding that you have to run and finish your work and then go for gospel work in the evening. No. Even while you do your work, how you do it is so important in God's side. You're not trying to finish off your work and then do gospel work. You want everything is together. The secular sacred divide, we have to be very careful. All our work is sacred and precious in God's sight. നാം ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ ജോലി എങ്ങനെയും തിരക്ക് വെച്ച് തീർത്തിട്ട് വൈകുന്നേരം പോയി ട്രാക്ടർ കൊടുക്കാൻ പോകാം, സുവിശേഷം പറയാമെന്ന് ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലം തന്നെ സുവിശേഷീകരണത്തിനുള്ള ദൈവം നൽകിയ വയലായി ചിന്തിക്കണം. അതിന് പ്രത്യേകമായ ഒരു സ്ഥലം എന്ന് വേർതിരിക്കേണ്ടെന്ന കാര്യമില്ല, അവിടെ തന്നെ കർത്താവിനോട് സാക്ഷ്യം വഹിപ്പാൻ. I remember in Bihar we used to run a training program for government hospital doctors in Bihar who used to come to Roxol for training. അവിടെ റക്സോളിലെ ബീഹാറിലെ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടേഴ്സിന് വേണ്ടി ഒരു പരിശീലനം ഞങ്ങളുടെ ഈ ആശുപത്രിയിൽ നടത്തുമായിരുന്നു. And while we were doing the training there, we used to pour out our hearts and teach them everything we knew to these senior government doctors for 10 days. The programs. ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന സീനിയർ ഗവൺമെന്റ് ഡോക്ടേഴ്സിനോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് അവരോട് ഇടപെടുമായിരുന്നു. The last day we used to have a feedback time, a session where they gave us feedback. അവസാന ദിവസം അവർ പോകുന്നതിന് മുൻപായിട്ട് ഒരു ഫീഡ്ബാക്കിന്റെ സമയമുണ്ട്, അവരുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കും. One of the doctors came to the feedback session and cried. He said, I have not seen doctors like you all who will freely share your knowledge and tell us everything you know. അവസാനത്തെ ആ ദിവസം ഒരു മുതിർന്ന ഡോക്ടർ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലെ നിങ്ങളുടെ അറിവ് ഒന്നും മറച്ചു വെക്കാതെ പൂർണ്ണമായി പങ്കുവെക്കുന്ന മറ്റാരെയും ഞങ്ങൾ കണ്ടിട്ടില്ല. We don't tell our secrets to because the other doctors are our competitors. Here you are all freely sharing everything we said. I said that is from the word of God. Freely you have received.
freely give. That's what the word of God teaches us, isn't it? ആ ഡോക്ടർ പറഞ്ഞു ഞങ്ങളുടെ ചികിത്സയുടെ എല്ലാ രഹസ്യങ്ങളും ഞങ്ങൾ മറ്റുള്ളവരോട് പറയാറില്ല, കാരണം ഞങ്ങൾ തമ്മിൽ മത്സരമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു മനോഭാവം കാണുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ മറുപടി പറഞ്ഞു, നിങ്ങൾ സൗജന്യമായി പ്രാപിച്ചത് സൗജന്യമായി കൊടുക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. And what we realize is we were later all able, because they asked us the question, we were able to give the word of God to each of them to go back and study, and God used us as a link in the chain. Perhaps many of them will come to know the Lord in the days to come. അവർ ഞങ്ങളുടെ ഈ സ്വാധീന നിമിത്തം ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ട് മറുപടിയായി ഞങ്ങൾ അവർക്ക് വചനം കൊടുത്തു. ഈ വചനവുമായി അവർ തിരികെ പോയി വചനം പഠിച്ചു. അനേകർ യേശുവിനെ അറിയുവാനിടയായി. Pastors have very important roles in our ministry and church. നമ്മുടെ സഭയിൽ ശുശ്രൂഷ മേഖലയിൽ ദൈവദാസന്മാർക്ക് വലിയൊരു പങ്കുണ്ട്. But 98% of us are not pastors, right? നമ്മിൽ 98% ആളുകളും പാസ്റ്റർമാരല്ലല്ലോ. But we are all a royal priesthood, a holy nation, a people called of God to declare the praises of him who called us out of darkness into his marvelous light. അന്ധകാരത്തിൽ നിന്നും നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ് നാം എല്ലാവരും എന്ന് മറക്കരുത്. All of us professionals are in niche positions to enable the kingdom of God to spread, and let us not forget the precious positions God has placed us in. അതുകൊണ്ട് നാം തൊഴിൽ മേഖലയിൽ ആയിരിക്കുമ്പോഴും ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലത്തിന്റെ പ്രാധാന്യത മറന്നു പോകരുത്. ദൈവം ഏൽപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ചുമതല തന്നെയാണ് അവിടെയും ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുക എന്നത്. 7 years ago, due to some family needs, we had to urgently come from Bihar back to Kerala, and I was very sad and disappointed. 7 വർഷം മുൻപ് അത്യാവശ്യമായ കുടുംബ സംബന്ധമായ ആവശ്യങ്ങൾ വന്നുകൊണ്ട് ബീഹാർ വിട്ട് കേരളത്തിലേക്ക് മടങ്ങേണ്ടി വന്നു. അതെനിക്ക് വളരെ വിഷമം പിടിച്ച കാര്യമായിരുന്നു. I was so excited to be in the forefront, but God said, enough, you come to the back end, and he brought us to Kerala, which I never thought I'll ever work in Kerala. സുവിശേഷീകരണത്തിന്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ബീഹാറിൽ പ്രവർത്തിപ്പാൻ എനിക്ക് വലിയ ആവേശമായി ദൈവം പറഞ്ഞു, തിരികെ കേരളത്തിൽ വരിക, എന്നിട്ട് പുറകിൽ നിൽക്കുക. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യവുമായിരുന്നു. It took a long time for us to come to terms with that, but you know what happened? God brought us to the Believers Church Medical College, which is just starting off, and God created a niche role here for me to send all our medical students to the mission field to go for exposure and to see their lives transformed, which I would have never imagined in my personal planning and execution. ആ ദൈവികമായ നിയോഗം ഉൾക്കൊള്ളുവാൻ പ്രയാസമായിരുന്നു. ഒടുവിൽ ഞങ്ങളത് അംഗീകരിച്ചു. ഇവിടെ വരുമ്പോൾ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിന്റെ ആരംഭ സമയമാണ്. ഇവിടെ വന്ന് മെഡിക്കൽ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുക മാത്രമല്ല, അവരെ മിഷൻ ഫീൽഡുകളിലേക്ക് അയക്കുവാനും അങ്ങനെ അവരിൽ ഉണ്ടാകുന്ന പരിവർത്തനവും മാറ്റവും കാണുവാനും ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി. അത് ഞങ്ങളുടെ ചിന്തയിൽ പോലും ഉണ്ടാകാതിരുന്ന കാര്യമായിരുന്നു. So God has called each one of us. I want to close with a special call upon your life. Are you willing to listen to hear God's call? It's already there. ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നുവെന്ന് ഓർപ്പിക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങളെ വിളിച്ച വിളി തിരിച്ചറിയുവാൻ നിങ്ങൾ സന്നദ്ധരാണോ എന്ന് ഞാൻ ചോദിക്കട്ടെ. We are all not perfect. We are all wounded. We have got brokenness, but God can use only broken vessels and wounded healers to touch the lives of people around us. നമ്മൾ ആരും പൂർണ്ണരല്ല. തകർന്ന ഹൃദയവും പരാധീനതകളും ബലഹീനതകളും ഉള്ളവരാണ്. എന്നാൽ അങ്ങനെയുള്ളവർ തന്നെയാണ് ദൈവം തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നതും. Somebody, Robert Murray McCheyne, the missionary to China, said the qualities for a man God uses is a broken heart, bent knees and wet eyes. ചൈനയിൽ പോയ റോബർട്ട് ചൈനി എന്ന ദേവദാസൻ മിഷണറി പറഞ്ഞത്, ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്ന ഗുണങ്ങൾ: 1 തകർന്ന ഹൃദയമായിരിക്കണം, 2 കണ്ണുനീരായിരിക്കണം, 3 താൻ മടങ്ങുന്ന കാലുകൾ ഉണ്ടായിരിക്കും, മുഴങ്കാലുകൾ ദൈവസന്നിധിയിൽ മടക്കുവാൻ തയ്യാറാകണം. There is no doubt if you have bent knees, wet eyes and broken hearts, God will take and use you. നിങ്ങൾക്കൊരു നുറുങ്ങിയ ഹൃദയവും കണ്ണുനീരും മടങ്ങുന്ന കാലുകളും ഉണ്ടെങ്കിൽ ഒരു സംശയവുമില്ല, ദൈവം നിങ്ങളെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. So one day you will not have to say, you can say like Esther, like Mordecai said to Esther, for a time like this God has brought you into a royal position. മൊർദെഖായി എസ്തറിനെ ഓർപ്പിച്ചത് ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, പദവിയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നത് ഇങ്ങനെ ഒരു കാലഘട്ടത്തിന് വേണ്ടിയാണെന്ന് മറക്കരുത്. But if you don't stand up and if you are silent at this time, relief and deliverance for Jews will come from some other place, but God's narrative will go on. But now is an opportunity for us to blend our life narrative into God's grand meta narrative. അതേസമയം നീ ഈ സമയത്ത് നിശബ്ദമായിരുന്ന യഹൂദന്മാർക്ക് രക്ഷ ദൈവം മറുവഴിയിൽ കൊണ്ടുവരും. അതുകൊണ്ട് നാം മറക്കരുത്, ദൈവം നമ്മെ ഇങ്ങനെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണ്, ദൈവം നൽകിയ പദവിയാണ് ഇതൊന്നും മറക്കരുത്. So I want to encourage you, brothers and sisters, as we close, that now is an opportunity, which is golden opportunity in front of us, to be part of God's kingdom building in this country, in this nation. ഈ രാജ്യത്ത് ദൈവരാജ്യം പണിയുവാൻ ദൈവം നമുക്ക് നൽകിയ സുവർണ്ണ അവസരമാണ് ഇത് എന്ന് നാം മറക്കരുത്. അത് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. And may we be bold to take choices like Moses and Esther, to stick our neck out
so that God can bless our efforts and make us channels of blessing for His ministry. മോശയെ പോലെ എസ്തേറിനെ പോലെ ഏത് പ്രതിസന്ധിയും അതിജീവിച്ചുകൊണ്ട് ഉത്തമമായ തിരഞ്ഞെടുപ്പ് നടത്തി ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ നാം തലയുയർത്തി നിൽക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മുടെ പ്രയത്നങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. I really pray that each one of you who have heard me will question and introspect in your own hearts and be willing to step out in faith. I am sure God will help you on this path. എൻ്റെ വാക്കുകൾ കേട്ട നിങ്ങൾ ഓരോരുത്തരും ആ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിച്ച് ഒരു സ്വയഹിത പരിശോധന നടത്തി ദൈവത്തിന് വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് എങ്കിൽ, വിശ്വാസത്തിന്റെ ചുവടുകൾ വെച്ച് വയലിലേക്ക് പോകുവാൻ തയ്യാറാകണം എങ്കിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. May God bless you all, and I am thankful again to the Lord and to the organizers for this opportunity. ഈ അവസരത്തിനായി പ്രത്യേകം നന്ദി. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. God bless you.